Thank you, Jesus. Praise the Lord. Hallelujah. 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 ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का पवित्र नाम का स्तुति हो. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ ഫാമിലി, परमेश्वर का दास फिनी യോഹന്നാൻ और परिवार, വേദിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, परमेश्वर का दासों, ഈ സഭയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കൊയർ ടീം, इस आराधना में अगुवाई कर रहे choir टीम, ഈ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. इस पवित्र आराधना में उपस्थित हर परमेश्वर का बच्चों को मैं मेरा प्यारा मसीह प्रणाम देना चाहता हूँ. നാളുകൾക്ക് ശേഷം നിങ്ങളോടൊത്ത് ഒരു ദിവസം കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. काफी समय बाद में आप लोगों के साथ में और एक बार बैठने के लिए प्रभु ने एक मौका दिया, इसके लिए मैं प्रभु को धन्यवाद देना चाहता हूँ. പ്രിയ ലിംസന്റെയും ഒലിവയുടെയും യാത്രയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കടന്നു വന്നത്. लिम्सन और ओलिविया बाहर गांव जा रहे, इस कारण से हम जल्दी आ गया. കഴിഞ്ഞ വേള കെസിനെ യാത്രയൊക്കെ വന്നപ്പോൾ ഇങ്ങനൊരു സഭായോഗം കൂടുവാൻ കർത്താവ് ഇടയാക്കി. लास्ट टाइम किसिन जब जा रहे था तभी हम आया था, तभी एक आराधना में अटेंड कर पाया. എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. सब कुछ भलाई के लिए उत्पन्न होने वाला है. मैं प्रभु को धन्यवाद. ഇതുവരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നല്ലോ. अब तक प्रभु का बहुत बड़ा उपस्थिति अपना बीच में था. ദൈവത്തിന്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर का बहुत बड़ा अनुग्रह अपने ऊपर प्रभु ने उठेल रहे, इसके लिए हम धन्यवाद देना चाहते हैं. കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. प्रभु आज सुबह अपना बीच में है. നമുക്കറിയാം കർത്താവ് ഉള്ളിടത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. हम जानते हैं जहां परमेश्वर का उपस्थिति है उधर चमत्कार Praise the होने Lord. वाला है. കർത്താവ് ഉള്ളതിന്റെ തെളിവാണ് ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത്. प्रभु अपने बीच में उपस्थित है, इसका सबूत है लोगों में छुटकारा पा रहे हैं. ജീവിതങ്ങൾ ആശ്വാസവും വിടുതലും പ്രാപിക്കുന്നത് അതാണ്. लोगों का जीवन में सांत्वना इसलिए पा रहे हैं. ഇന്ന് പകലിൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. आज सुबह प्रभु अपना बीच में है. നിങ്ങൾ നിർബന്ധിച്ചല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. आप कोई जबरदस्ती किया इसलिए प्रभु को आराधना नहीं कर रहे. ഹല്ലേലൂയ. ഓശാന ഞായറാഴ്ച, जैसे क्या ना हालेलुया होशाना संडे जो होते, Praise the Lord. संडे होते, യേശു കർത്താവ് കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് വരുമ്പോൾ यीशु ने जो गधा का बच्चा के ऊपर जेरूशलेम शहर की ओर आ रहे था. നമുക്കിവിടെ ചർച്ചിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ എഴുതി വരുന്നുണ്ട് ബോർഡിൽ. हमें कलीसिया में क्या ना बोर्ड में गाना लिख के आते हैं. അന്ന് ഈ ബോർഡൊന്നും ഇല്ലായിരുന്നു. उस जमाने में ऐसे कोई सुविधा नहीं था. അവിടെ ആരും പറഞ്ഞില്ല നമുക്ക് പാഠപുസ്തകത്തിലെ 10ാമത്തെ പാട്ട് പാടി നമുക്ക് ഒന്നിച്ച് ആരാധിക്കാമെന്നൊന്നും പറഞ്ഞില്ല. उधर कोई ऐसे बोला नहीं, गाना का किताब से 10वां गाना हम 10 नंबर गाना हम गाएगा. അവരെ നിർബന്ധിച്ചല്ല അവർ പാട്ട് പാടിയത്. किसी को जबरदस्ती करके वो गाना गाया नहीं. പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. യേശുവിനെ കണ്ട ഉടനെ जैसे यीशु को देखा ജനം ഹോശാന എന്ന് പാടി. പ്രൈസ് ദി लोग ലോർഡ്. होशाना बोल के आराधना അവന്റെ മഹത്വം കരേറ്റി. उसको महिमा दिया. ഹല്ലേലൂയ. हालेलुया. ദാവീദിന്റെ കർത്താവിന് മഹത്വം കരേറ്റുവാനായിട്ടിടയായി തീർന്നു. दाऊद का संतान को महिमा देने के लिए वो लोग तैयार हो गए. ആരും നിർബന്ധിച്ചല്ല. പ്രൈസ് ദി कोई ലോർഡ്. भी जबरदस्ती नहीं किया. നിർബന്ധിക്കുന്നത് കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന പുള്ളിക്ക് ഒരു ഗുണവുമില്ല, അങ്ങനെ പറയുന്നവർക്ക് ഒരു ഗുണവുമില്ല. जैसे जबरदस्ती करके आराधना करेगा तो जो करने वाला और जबरदस्ती करने वाला दोनों के लिए कोई फायदा नहीं. നമുക്കറിയാം അന്ന് കർത്താവ് ലാംബോർഗിനിയിലൊന്നും അല്ല കയറി വന്നത്. പ്രൈസ് ദി ലോർഡ്. उस दिन लैम्बोर्गिनी में नहीं आया. ഒരു പക്ഷേ അവത്തേലൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ കാണും, അല്ലെങ്കിൽ കൈ കൊടുക്കുന്നവരൊക്കെ ഒരു പക്ഷേ കാണും. अगर कोई लैम्बोर्गिनी में आएगा तो उनको सम्मान मिलने वाला है, उनको रेस्पेक्ट करने के लिए काफी लोग. പ്രൈസ് ദി ലോർഡ്. കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒന്നും അല്ല വന്നത്. यीशु ने घोड़ा के ऊपर, हाथी के ऊपर ऐसे कुछ आया नहीं. സമൂഹം അവഗണിക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ മേൽ, समाज ऐसे त्यागा हुआ एक जानवर का ऊपर. പ്രൈസ് ദി ലോർഡ്. हालेलुया. കഴുതയുടെ പുറത്ത്, गधा का बच्चा का ऊपर. ഹല്ലേലൂയ. हालेलुया. അവർ കഴുതയ്ക്കല്ല മഹത്വം കൊടുത്തത്. उन्होंने गधा को तारीफ नहीं किया. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംഭവിച്ചിരിക്കുന്നതെല്ലാം നേരെ തല തിരിഞ്ഞു. ഇന്നത്തെ സമൂഹം കഴുതയ്ക്കാ മഹത്വം आज കൊടുക്കുന്നത്. का जमाना में गधा को लोग तारीफ कर रहे हैं. കഴുതപ്പുറത്തിരിക്കുന്നവന് മഹത്വമില്ല. പ്രൈസ് गधा के ऊपर बैठा उनको कोई महिमा नहीं दे रहे. യേശുവിനെ കണ്ട ഉടനെ അവർ ഹോശാന പാടി. यीशु को जैसे देखा वो लोग होशाना गाना शुरू किया. ഹല്ലേലൂയ. हालेलुया. അത് മാത്രമല്ല, सिर्फ उतना नहीं है, അവർ വില കൊടുത്താ ദൈവത്തെ ആരാധിച്ചത്. उन्होंने कुछ कीमत दे के परमेश्वर को आराधना की. പ്രൈസ് ദി ലോർഡ്. आमीन. അവരുടെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ തുണി വഴിയിൽ വിരിച്ചു. उनके हाथ में जो बहुत ना कॉस्टली कीमत वाला कपड़ों यीशु का आगे भिजाया. ഹല്ലേലൂയ. आमीन.
കയ്യിലൊന്നും ഇല്ലാത്തവൻ മരത്തെ കയറി. പ്രൈസ് ഗോഡ്. हाथ में कुछ नहीं था, ओ जाट में चढ़ा. മരക്കൊമ്പുകൾ വെട്ടിയിട്ട് അവന് മഹത്വം കരേറ്റി. उन्होंने ദൈവത്തിന് डालियों സ്തോത്രം. काट के नीचे डाल के यीशु को महिमा दी. ഇന്ന് പകൽ യേശു ഇവിടെ ഉണ്ട്. आज सुबह यीशु इधर उपस्थित है. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. यीशु का उपस्थिति अपना बीच में है. കർത്താവിന്റെ ദാസൻ ഇന്ന് പകലിൽ പല കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. परमेश्वर दास ने काफी बातों आज बताया. നമ്മൾ റോഡിലൊക്കെ കടന്നു പോകുമ്പോൾ हम ऐसे रास्ता में से जब जाते हैं, വെളിവില്ലാതെ സുബോധമില്ലാതെ അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. जैसे काफी लोगों को हम देख सकते हैं जो हालेलुया एकदम बेहोश होके पड़ा है. പ്രാകൃതമായി ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. एकदम ऐसे हालेलुया खराब जिंदगी बिताने वाला लोग ഒരുപക്ഷെ हैं. നല്ല കുടുംബത്തിൽ പിറന്നവനാകാം, शायद अच्छे परिवार में उनका जन्म നല്ല हो गया होगा, വിദ്യാഭ്യാസമുള്ളവനാകാം, अच्छा पढ़ाई मिला होगा, ഒത്തിരി സാമ്പത്തിക സ്രോതസ് ഒരുപക്ഷെ ഉള്ളവനാകാം, बहुत संपत्ति उनके पास होगा, എന്നാൽ സുബോധമില്ല. लेकिन होश नहीं. ഞാൻ ഈ ഭാഗം പറഞ്ഞപ്പോൾ എന്റെ കണ്ണ് നനയാൻ ഇടയായി. इस बात को जब बताया मेरा आंखों भर गया. ഒരുപക്ഷെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മളും ആകേണ്ടവരാ. പ്രൈസ് अपने ഗോഡ്. जीवन में भी शायद ऐसे हम भी होने का चांस ഈ ആരാധനയിൽ നമ്മൾ മിടുക്കന്മാരായി മിടുക്കികളായി ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുക. പ്രൈസ് इस ഗോഡ്. आराधना में बहुत होशियार बन के जब हम बैठाए. ഹല്ലേലൂയ. आमीन. അതിന്റെ കാരണം ദൈവമക്കളെ കർത്താവ് നമ്മെ കണ്ടതാ. പ്രൈസ് उसका ഗോഡ്. कारण एक ही है, प्रभु ने पहले ही हमें देखा, हमें चुना. കർത്താവ് നമ്മെ സ്നേഹിച്ചതാ. प्रभु ने हमें प्यार किया. അവന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ उसका बहुत സ്തുതിക്കുന്നു. बड़ा प्यार के लिए हम धन्यवाद നമുക്ക് രണ്ട് करेंगे. വാക്യങ്ങൾ നമുക്ക് വായിക്കാം. एक तो आयतों हम पढ़ेगा. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം. मत्ती का सुसमाचार 11वां अध्याय का 20वां അതിനോട് आयत. ചേർന്ന് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വേദഭാഗങ്ങളോട് उसके നമുക്ക് साथ വായിക്കാം. मरकुस 8 का 22वां आयत भी हम पढ़ेगा. Praise the Lord. മതി ആ വാക്യം മതി. वही मरकुस का मरकुस। सुसमाचार 8 का 22. वे मुझे चलते हुए दिखाई देते हैं जैसे पेड़। तब उसने फिर दोबारा उसकी आंखों पर हाथ रखे और उसने ध्यान से देखा और चंगा हो गया और सब कुछ साफ साफ देखने लगा। और उसने उसे यह कहकर घर भेजा, इस गांव के भीतर Praise the Lord. पाँव भी मत रखना। ഓക്കെ. आमीन. ഈ തിരുവചന വേദഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस परमेश्वर का वचन के लिए मैं प्रभु को धन्यवाद देना चाहता हूँ. നമ്മൾ പ്രാരംഭമായി വായിച്ചു, हाँ, मैं शुरुआत में इसे पढ़ा. കർത്താവ് 2 പട്ടണത്തെ ഭത്സിപ്പാനായിട്ട് ഇടയായി തീർന്നു. प्रभु ने 2 शहरों को दाट के बात किया. ഒന്ന് ബത്സയിദ പട്ടണം, एक शहर का नाम है बत्सैदा, 2 കോരസീൻ പട്ടണം. दूसरा शहर का नाम है कोरसीन. പ്രൈസ് ദി ലോർഡ്. ബത്സയിദ പട്ടണത്തെ കുറിച്ച് പറയുന്നത് വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണമെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. बत्सैदा शहर का बारे में इसे कहते बहुत चिन्ह और चमत्कारों प्रकट हो गया शहर. ഹല്ലേലൂയ. हालेलुया. ആ പട്ടണത്തെ യേശു ഭത്സിപ്പാനിടയായി തീർന്നു. उस शहर को यीशु ने दाट के बात किया. സാധാരണ ഒരു ഭത്സനമല്ല അവിടെ പറയുന്നത്, കഷ്ടമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഹാ കഷ്ടമെന്നാണ് പറയുന്നത്. ऐसे मामूली रीति में नहीं, मगर यीशु ने हाय हाय कहा उनके അതിന്റെ ऊपर. കാരണവും പറയുന്നുണ്ട്, उसका कारण भी उधर മാനസാന്തരപ്പെടാകയാൽ. लिखा है, क्योंकि इस चमत्कारों देखने के बावजूद भी वो लोग मन फुराया नहीं. പ്രൈസ് ദി ലോർഡ്. യേശു അനേക പട്ടണങ്ങളെ, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ബത്സയിദ പട്ടണത്തെ, ബത്സയിദയിൽ ഉള്ളവരെ യേശു സ്നേഹിച്ചിരുന്നു. इस हर शहरों को कैसे यीशु प्यार करते, वैसे इस बत्सैदा का लोगों को भी यीशु प्यार करते था. വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണമാണ്. बहुत चमत्कारों किया वो शहर. എനിക്ക് തോന്നുന്നു ആ പട്ടണത്തിൽ യേശു ചെയ്യാൻ ഇനി ഒരു വീര്യപ്രവൃത്തി ഇല്ലെന്നാ തോന്നുന്നത്. उस शहर में यीशु ने ना किया वैसे कोई भी चमत्कार नहीं है. അത്രമാത്രം അത്ഭുതങ്ങൾ നടന്ന ഒരു പട്ടണമാണ്. उतना चिन्ह और चमत्कार प्रकट हो गया एक शहर. പ്രൈസ് ദി ലോർഡ്. हालेलुया. ചെകിടർ കേട്ടിട്ടുണ്ടാകാം, जैसे बहरों सुना होगा, മുടന്തർ നടന്നിട്ടുണ്ടാകാം, लंगड़ों चला होगा, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാകാം. मुर्दों जीवित हो गया होगा. കടന്നു വന്നവർക്കെല്ലാം യേശു വിടുതൽ നൽകിയ ഒരു और പട്ടണമാണ്. तमाम लोगों को यीशु ने छुटकारा दिया एक शहर. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ പട്ടണത്തെ, യേശു സ്നേഹിച്ച പട്ടണത്തെ, യേശു വീര്യപ്രവൃത്തികൾ നടത്തിയ പട്ടണത്തെ യേശു ഭക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. നിങ്ങൾക്ക് ഹാ കഷ്ടം. जैसे यीशु ने उसी शहरों को जहां उन्होंने चिन्ह और चमत्कारों किया, उसी शहरों को डांट के कहा तेरे ऊपर हाय हाय. അതിന്റെ കാരണം പറയുന്നുണ്ട്, മാനസാന്തരപ്പെടാകയാൽ. उसका कारण क्या है? मन फुराया नहीं. പ്രൈസ് ദി ലോർഡ്. आमीन. കർത്താവ് ആ പട്ടണത്തെ കുറിച്ച് വീക്ഷിച്ചപ്പോൾ
प्रभु ने जैसे उस शहरों का बारे में देखा, കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, प्रभु को एक बात मालूम पड़ा, എന്നെ അല്ല ഇവര് കൂടുതൽ സ്നേഹിക്കുന്നത്. हालेलुया, ये लोग मुझे नहीं प्यार कर रहे, Praise the Lord. आमीन। എന്റെ ഉപദേശമല്ല, എന്റെ പ്രമാണമല്ല ഇവർക്ക് ये വേണ്ടത്. लोग मेरा उपदेश को, मेरा वचन को नहीं, എന്നിൽ കൂടെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവർക്ക് മതി. मेरा द्वारा प्रकट होने वाले चिन्ह और चमत्कारों को वो सिर्फ देखते हैं। Praise the Lord. आमीन। ഹല്ലേലൂയ. Amen. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് പേരെ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ इस കഴിയും. जमाने में ऐसे काफी लोगों को हम देख सकते हैं, കർത്താവിനേക്കാൾ प्रभु से अधिक കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ ആ വിടുതലിന് പ്രാധാന്യം കൊടുക്കുന്ന അനേകരുണ്ട്. प्रभु ने कर रहे चिन्ह और चमत्कारों को ज्यादा भाव देने वाला लोग എന്നാൽ हैं। യേശുവിനെ അവർക്ക് വേണ്ട. लेकिन यीशु को वो नहीं चाहते, യേശുവിന്റെ ഉപദേശം അവർക്ക് വേണ്ട. यीशु का उपदेश उनको नहीं चाहते, യേശുവിൽ കൂടിയുള്ള അനുഗ്രഹങ്ങൾ മാത്രം മതി, ദൈവിക വിടുതലുകൾ മാത്രം മതി. यीशु का द्वारा प्रकट होने वाला सिर्फ चमत्कारों का पीछे वो लोग। കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ यीशु ये बात को जब समझा, കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, यीशु को एक बात मालूम पड़ा, ഇവരുടെ ജീവിതത്തിൽ മാനസാന്തരമില്ല. इसका जीवन में कोई मन फरार എത്ര नहीं। നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ പട്ടണത്തിൽ വന്ന, कितना समय पहले मैंने इस शहरों में आया, എത്ര നാളുകളായി ഞാൻ ഇവരോട് कितना സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, समय से मैं इनसे बात कर रहा हूँ, എത്ര നാളുകളായി ഇവർക്ക് വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നു. कितना समय से इनके लिए मैं समय दे रहा हूँ, എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മാനസാന്തരമില്ല. लेकिन इनका जीवन में कोई बदलाव नहीं है। ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഞാനില്ല. प्रभु ने कहा और आपके साथ में व्यक्त बिताने നിങ്ങളോട് को ഞാൻ मैं नहीं ഗുഡ് ബൈ हूँ, പറയുകയാണ്. मैं तेरे से गुड बाय बोल ഇനി रहा हूँ, ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഞാനില്ല. പ്രൈസ് इधर ഗോഡ്. और चमत्कार करने के लिए मैं आऊंगा नहीं। കർത്താവിന്റെ ദാസൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്. प्रभु का दास ने एक बात हालेलुया जब बताया, तब ये നമുക്കറിയാം, सोचो मेरे मन के अंदर നമ്മുടെ आया, പിതാക്കന്മാരുടെ നാളുകളിൽ अपना बाप दादाओं को समय में എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ പിതാക്കന്മാർ കണ്ടു. कितना चिन्ह और चमत्कारों अपना पिताओं ने देखा। പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവരാണ് നമ്മുടെ പിതാക്കന്മാർ. प्रार्थना करके आमीन बोलने से पहले परमेश्वर का पराक्रमी कामों को देखा हुआ एक पीढ़ी था अपना पूर्वजों। എന്നാൽ ഇന്ന് സഭകൾക്ക് മറ്റു കുറവുകളൊന്നുമില്ല. लेकिन अपना जमाने में अपना कलीसिया में बाकी कुछ कमी नहीं। തിയോളജി അറിയാം, थियोलॉजी है, വർഷിപ്പ് അറിയാം, आराधना है, എങ്ങനെ ആരാധിക്കണമെന്ന് അറിയാം, कैसे वर्शिप करना है वो जानते हैं, കാര്യങ്ങളെല്ലാം അറിയാം. ये सब कुछ है। പക്ഷെ യേശുവിന്റെ സ്പർശനം പലയിടത്തും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. काफी जगहों में यीशु का स्पर्शन अनुभव नहीं कर रहे, കർത്താവിന്റെ വിടുതൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. प्रभु का छुटकारा नहीं हो रहे। Praise the Lord. Praise the Lord. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, आज सुबह प्रभु का आत्मा कह रहे, മാനസാന്തരപ്പെടാത്ത മേഖലകളിൽ, जहां मन फुराव नहीं है वैसे मंडलियों में, മനം തിരിയാത്ത മണ്ഡലങ്ങളിൽ, जहां आपने मन फुराए नहीं वैसे मंडलियों में, യഥാസ്ഥാനപ്പെടാത്ത വഴികളിൽ आपने वापस लौट नहीं आए കർത്താവ് वैसे राहों में, ഇനി ഞാൻ സമയം സ്പെൻഡ് प्रभु ने ചെയ്യാനായിട്ടില്ല. कहा रे और मैं मौका देने वाला नहीं। ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, एक बात मैं आपको याद दिलाना चाहता ലോകത്തിൽ ആര് കഷ്ടം പറഞ്ഞാലും പേടിക്കണ്ട. हूं, दुनिया में कोई भी हाय बोलेगा तो भी आपको डरना नहीं है। ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോ എല്ലാവരും ശപിച്ചതാ. मैं जब विश्वास में आया सब लोग मेरे ऊपर श्राप का बातों ഇനി बताया, ശപിക്കാൻ ഒരാളുമില്ല. मुझे श्राप देने के लिए और कोई बात കാരണം नहीं था। കൂടാതെയുള്ള ശാപത്തെ നീ ഭയപ്പെടണ്ട. लेकिन बिना कोई मतलब का श्राप को आपको ആ डरना नहीं ശാപം है। നിനക്ക് നന്മയായി ഭവിക്കും. उस श्राप आपके लिए फलाई ആ बनने वाला ശാപം है, നിനക്ക് അനുഗ്രഹമായി उस ഭവിക്കും. श्राप आपका आशीष बनने वाला है। എന്നാൽ ദൈവം ഹല്ലേലൂയ കാര്യമില്ലാതെ ആരെയും ഭക്ഷിക്കത്തില്ല. लेकिन परमेश्वर कभी भी बिना कारण किसी के ऊपर श्राप नहीं देगा, കാരണമില്ലാതെ ആരെയും കർത്താവ് കഷ്ടം പറയത്തില്ല. किसी के ऊपर भी प्रभु बिना मतलब हाय बोलने वाला नहीं है। എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ഹല്ലേലൂയ, लेकिन एक बात आपको याद में रखना है, കർത്താവ് കഷ്ടം പറഞ്ഞാൽ കഷ്ടമായിരിക്കും. अगर प्रभु ने किसी के ऊपर हाय हाय कहा तो वो बहुत बहुत बड़ा कष्ट उनका ആ जीवन में आने वाला കഷ്ടം है। മാറ്റാൻ ഓരോ ഓർഗനൈസേഷനും മറ്റാർക്കും കഴിയത്തില്ല. പ്രൈസ് उस ഗോഡ്. संकट को कष्ट को हटाने के लिए कोई भी पर्याप्त नहीं रहेगा। ഹല്ലേലൂയ. हालेलुया। ദൈവ ശബ്ദത്തിനൊത്ത പ്രമാണത്തിനൊത്ത ഹല്ലേലൂയ ദൈവത്തെങ്കിലേക്ക് മനം തിരിഞ്ഞെങ്കിൽ മാത്രമേ ആ കഷ്ടത്തിൽ നിന്ന് ഹല്ലേലൂയ ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ജീവൻ പ്രാപിക്കുവാനായിട്ട് प्रभु കഴിയുള്ളൂ. का वचन सुन के, प्रभु का आवाज सुन के, प्रभु का वचन में लौट आएगा तो ही उस जो समस्या से आप बाहर आएगा। ലവോദിക്ക സഭയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നല്ലോ. लवोदिकिया कलीसिया के बारे में हम ऐसे सीख सकते അവര് हैं। പറയുന്നു ഞങ്ങൾ സമ്പന്നരാണ്, उन्होंने कहा रे हम संपन्न है, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല, ഒന്നിനും हमें കുറവില്ല. कोई भी चीज का खड़ी नहीं, പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണ്ട് അവർ सब कुछ നോക്കുമ്പോൾ. है जैसे वो लोग देखते हैं। എന്നാൽ കർത്താവ് പറയുന്നു ഹല്ലേലൂയ നിങ്ങൾ നഗ്നരാണ്, लेकिन प्रभु कहते तुम नंगा है, നിങ്ങൾ കുരുടരാണ്. तुम अंधा है,
നമുക്കറിയാം സഭയുടെ അവസ്ഥ നമുക്കറിയാം. उस कलीसिया का हालात आप जानते हैं. യേശു വെളിയിൽ നിൽക്കുക. यीशु बाहर खड़ा है. ഇന്ന് പല സഭകളിലെ അവസ്ഥ അതാ. आज काफी कलीसियों का हालात यही है. കാരണം തിയോളജി ഉണ്ട്, थियोलॉजी है, എല്ലാം ഉണ്ട്, सब कुछ है. ഏത് ഭാഷ വേണേലും वो कोई സംസാരിക്കും. भी भाषा बोलने പക്ഷേ के लिए आते हैं. മാനസാന്തരമില്ല. लेकिन मन फुराव नहीं. നിഗളം, ओ घमंड, അഹങ്കാരം, अहंकार, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, अपने पास सब कुछ है, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, हमें कोई चीज का घड़ी नहीं, എളിമപ്പെടാൻ മനസ്സില്ല, ओ नंबर होने का मन नहीं, നെടുമ്പാട് വീഴുവാൻ മനസ്സില്ല, ओ घुटना टेकने का मन नहीं, മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. मन फुराने का मन नहीं. हालेलुया. ഇതിന് തുല്യമായ അനേക സഭകൾ മാറിക്കൊണ്ടിരിക്കുക. इस रीति में काफी कलीसियों में आजकल चल കർത്താവ് रही है. വെളിയിൽ നിൽക്കുക. यीशु बाहर खड़ा है. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. आज सुबह कुछ बातों में आपको कहना चाहता ആരിറങ്ങിപ്പോയാലും हूं. कोई भी आपका जीवन से യേശു चला നമ്മുടെ गया तो ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. यीशु आपका घर से निकल जाना नहीं. ആര് ഹല്ലേലൂയ സഭയ്ക്കകത്ത് നിന്ന് പോയാലും कोई भी कलीसिया के अंदर से निकल जाने യേശു दीजिए. സഭയ്ക്കകത്ത് നിന്ന് പോകരുത്. यीशु कलीसिया से जाना नहीं है. യേശു പോയാൽ ദുഃഖിക്കേണ്ടി വരും. यीशु गया तो तुम യേശു दुख, പോയാൽ വേദനിക്കേണ്ടി വരും. यीशु गया तो वेदना आएगा. ഏത് സൊസൈറ്റി മാറിയാലും, कोई भी सोसाइटी ये आपको तो छोड़ने सब मारियालum. दीजिए, कोई भी सभा ഏത് छोड़ने दीजिए, പാസ്റ്ററെ മാറിയാലും कोई भी पास्टर छोड़ने ദൈവത്തിന്റെ दीजिए, സ്പർശനം അനുഭവിക്കാൻ കഴിയത്തില്ല. परमेश्वर का स्पर्शन अनुभव नहीं करेगा. അനുദിനം മാനസാന്തരമുള്ള ജീവിതങ്ങളിലാണ് ദൈവം സന്തോഷിക്കുന്നത്. हर दिन मन फुरा होने वाला जीवनों में प्रभु खुश होने वाला है. കർത്താവ് വെളിയിൽ നിൽക്കുക. प्रभु बाहर खड़ा है. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്റെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണ്. उस भाग को मैं मगन कर रहा था, मुझे मालूम पड़ा परमेश्वर कितना हमें प्यार करते നമ്മൾ हैं. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഹോളിംഗ് ബെൽ അടിക്കും, ഒരു വീട്ടിൽ ചെന്ന് ഹോളിംഗ് ബെൽ അടിക്കും, हम कोई घर में जाके जैसे कॉलिंग बेल बजाएगा, കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടിക്കും, अगर कोई खोला तो हाँ और एक बार हम നമ്മൾ बजाएगा, തിരിച്ച് വീട്ടിൽ പോകും. और हम वापस घर में जाएगा. കർത്താവ് ചോദിക്കുക ആരെങ്കിലും, प्रभु कह रहे और अगर कोई, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, प्रेज द लॉर्ड, ആരെങ്കിലും. अगर कोई, നമുക്കറിയാം കൺവെൻഷനൊക്കെ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോ जैसे परमेश्वर का दास कन्वेंशन में प्रचार करते तभी ഒടുക്കം ചോദിക്കുന്ന ഒരു ചോദ്യം ആരെങ്കിലും ഉണ്ടോ. आखिरी में ऐसे पूछते क्या अगर कोई है क्या, അവർ 3-4 പ്രാവശ്യം ചോദിക്കും. 3-4 बार पूछेगा. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലെങ്കിൽ പ്രാർത്ഥിക്കാന്ന് പറയും. अगर कोई नहीं है तो फिर कहेगा प्रार्थना कर. എന്നാൽ നാം ദൈവമക്കളെ നാശകൂപത്തിൽ പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. लेकिन नाश में पड़ा होकर നാം നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. नष्ट होने के लिए प्रभु ആ ഘട്ടത്തിൽ തന്നെ ആ ശാപത്തിൽ തുടരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. उस समस्या में, उस श्राप में रहने के लिए प्रभु नहीं ഇന്ന് चाहता. പകൽക്കാലം കർത്താവ് ചോദിക്കുക ആരെങ്കിലും. आज सुबह प्रभु का आत्मा आपसे पूछ रहे അവന്റെ अगर സമയം എത്ര कोई- വലുതാ ദൈവമക്കളെ. उनका समय कितना बड़ा കർത്താവ് है. ഒരു പാക്കേജ് ആയിട്ടാണ് നിൽക്കുന്നത്. प्रभु एक पैकेज के साथ में आपके साथ में മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, मन फुराव होने के അഹങ്കാരം तैयार തകരാൻ തയ്യാറായാൽ, है तो, अहंकार को तोड़ने के लिए എളിമപ്പെടാൻ तैयार തയ്യാറായാൽ, होने के लिए तैयार है तो, അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി യേശുവിന് പ്രാധാന്യം നൽകാൻ തയ്യാറായാൽ, आशीषों से बढ़कर यीशु को प्रथम स्थान ദൈവിക देगा तो, സത്യത്തിന് ഹല്ലേലൂയ പ്രാധാന്യം നൽകാൻ തയ്യാറായാൽ परमेश्वर के वचन का सच्चाइयों को प्रथम स्थान देगा. യേശു അകത്ത് വരും. यीशु अंदर आएगा. നിന്നോടുകൂടെ കൂട്ടായ്മ കർത്താവ് ആഗ്രഹിക്കുന്നു. आपके साथ में प्रभु संगति അവന്റെ देगा. കയ്യിൽ കണ്ണിലിരുന്ന ലേപമുണ്ട്. उनका हाथ में आपका आंखों में डालने के लिए പ്രൈസ് ദി सुरमा ലോർഡ്. है. നിന്റെ നഗ്നത മാറ്റാനുള്ള, നിന്റെ ലജ്ജ മാറ്റാനുള്ളതെല്ലാം, നിന്നെ അനുഗ്രഹിക്കാനുള്ളതെല്ലാം അവന്റെ കയ്യിലുണ്ട്. आपका नंगापन को हटाने के लिए, आपका लज्जा को हटाने के लिए सब कुछ उनके पास है. ഹല്ലേലൂയ. हालेलुया. പല സഭകളിലെ അവസ്ഥ ബെത്സയിദയ്ക്ക് തുല്യമാണ്. हाँ, आज का जमाने में काफी कलीसियों का हालात കഴിഞ്ഞ കാലങ്ങളിൽ വലിയ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു. पिछले दिनों में बहुत बड़े कामों प्रभु ने किया. കർത്താവ് നോക്കിയപ്പോൾ മാനസാന്തരമില്ല. प्रभु ने देखा तो कोई മുകളിൽ मन फुराव തൊട്ട് नहीं. താഴെ വരെ മാനസാന്തരമില്ല. कोई भी मन फुराव नहीं. കർത്താവിനോട് പറഞ്ഞു प्रभु ने कहा ഇനി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഞാൻ ഇറങ്ങില്ല. आगे और मैं चमत्कार करने ഞാൻ वाला ഇവിടുന്ന് नहीं. ഗുഡ് ബൈ പറയാനായിട്ട് मैं इधर से പോകുക. चला जा रहा हूँ. പ്രൈസ് ദി Praise the ലോർഡ്. Lord. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ കർത്താവ് ഇവിടുന്ന് പോകുമ്പോ जैसे प्रभु उधर से निकल जा रहे അവിടെ था, നമ്മൾ വായിച്ചു ഒരു കുരുടനെ ബെത്സയിദയിൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. उधर एक अंत है आत्मिक बदसईदे में यीशु के पास लेके आए. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവന്റെ കൈക്ക് പിടിച്ച് ഊരിന് വെളിയിൽ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ यीशु ने വായിക്കുന്നത്. उसका हाथ पकड़ के गांव का बाहर लेके आया, അവനെ സൗഖ്യമാക്കി. उसको चंगाई दिया. ബെത്സയിദ പട്ടണത്തിൽ യേശു ഇല്ല.
बत्सैदा शहर के अंदर यीशु नहीं, ഹല്ലേലൂയ. യേശു അവരോട് ഗുഡ് ബൈ പറഞ്ഞു. यीशु उनसे गुड बाय बोला, ഇനി നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഞാനില്ല. आपके साथ में और वक्त बिताना नहीं, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് ഞാനില്ല. आपके लिए और चमत्कार नहीं करेगा. യേശു അവിടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ जी यीशु जैसे उधर से निकला, ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. एक अंधे को लेके आया. ഇന്ന് പകൽക്കാലം അത്ഭുതം കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? आज सुबह चमत्कार देखने के लिए कितना लोग चाहते हैं. ദൈവത്തെ സ്തുതിച്ചാട്ടെ. प्रभु को धन्यवाद നിങ്ങളുടെ दीजिए. വ്യക്തിപരമായ ജീവിതത്തിൽ, आपका व्यक्तिगत जीवन നിങ്ങളുടെ में, തലമുറകളിൽ, आपका पीढ़ियों में ഏതെങ്കിലും മേഖലകളിൽ कोई भी मंडली ആശങ്കയോടെ ഇരിപ്പുണ്ടെങ്കിൽ, अगर कोई आशंका के साथ में बैठा है, പരിഭ്രാന്തിയോടെ ഇരിപ്പുണ്ടെങ്കിൽ, आप बेचैनी के साथ में बैठा നിരാശയോടെ है, ആയിരിക്കുന്നെങ്കിൽ, निराशा के साथ में बैठा है, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ आज सुबह മതിയായവനാണ്. परमेश्वर आपके लिए बहुत बड़ा चमत्कार करने वाला है. ഇന്ന് പകൽ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. इस जो विषय के बारे में और भी एक दो बातों में कहना चाहता हूँ. ബെത്സയിദയ്ക്ക് വെളിയെന്ന് പറയുമ്പോൾ, ഊരിന് വെളിയെന്ന് പറയുമ്പോൾ, ऐसे जब कहते जो बत्सैदा शहर का നിന്റെ बाहर, ജീവിതത്തിൽ അത്ഭുതം കാണണമെങ്കിൽ, अगर आपका जीवन में एक चमत्कार ദൈവിക देखना വിടുതൽ चाहते हो, കാണണമെങ്കിൽ, एक चमत्कार देखना चाहते हो, ബെത്സയിദയ്ക്ക് ശാപപട്ടണത്തിൽ നിന്ന് നീ വെളിയിൽ വരണം. जो श्राप मिला बत्सैदे से तुझे बाहर आना എന്ന് जरूरी പറഞ്ഞാൽ है. സുപരിചിതമായ സ്ഥലത്ത് നിന്ന് അപരിചിതമായ സ്ഥലത്തേക്ക് നീ വരണം. जैसे आपका आराम का जगह से आप बाहर आना जरूरी है. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കുരുടനെ സംബന്ധിച്ച് ബെത്സയിദ പട്ടണം നല്ല പരിചയമാണ്. इस अंधे के लिए बत्सैदा शहर बहुत परिचित शहर है. ഒരുപക്ഷെ ഇവൻ ജന്മന അവിടെ വന്നതായിരിക്കാം. वो जन्म से उधर होगा. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ആ പട്ടണത്തിനകത്ത് അവൻ ജീവിക്കുന്നവനാ. काफी साल से उस शहर के अंदर रहने वाला है. അവന് വടി എവിടാ വെക്കുന്നതെന്ന് അറിയാം. उसको जानते उसका लाती कहाँ रखा है. അവൻ സ്ഥിരം ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന എവിടാന്ന് അവൻ അറിയാം. उसको जानते कहाँ हम हमेशा बैठ के भीख मांगते അവൻ हैं. വൈകിട്ട് രാത്രിയിൽ അവൻ കിടന്നുറങ്ങുന്ന എവിടാന്ന് അറിയാം. रात को कहाँ सोते वो भी वो जानते हैं. അവിടെ അവൻ പരിചയം. ബെത്സയിദ പട്ടണത്തിനകം നല്ല പരിചയമാണ്. बत्सैदा शहर का हर कोने कोने वो जानते हैं. നമുക്കറിയാം വീട്ടി പോലുള്ള സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ वीटी स्टेशन में जब लोग जाएगा, രണ്ട് കണ്ണും കാണാൻ മേലാത്ത ചില കുരുടന്മാർ, दो आंखों में नहीं है रोशनी, नहीं है वैसे कोई अंधों, ആരുടെ സഹായമില്ലാതെ ആ തിരക്കേറിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ बिना കഴിയും. किसी का मदद हम देख सकते हैं उस प्लेटफॉर्म से जा रहे हैं. കാരണം ഇവൻ ഇന്നലെ വന്നവനല്ല. क्योंकि वो कल आया व्यक्ति नहीं, നാളുകൾക്ക് മുന്നമേ ആ പ്ലാറ്റ്ഫോമിൽ വന്നതാ. बहुत सालों से वो प्लेटफॉर्म से चलने वाला അവന് व्यक्ति. കണ്ണ് കാണത്തില്ലേലും उसको आंखों में रोशनी नहीं, എവിടെ അവൻ ഇരിക്കുന്നതെന്ന് അറിയാം. लेकिन उनको जानते कहाँ वो ആ बैठा है, ഭിക്ഷയാചിക്കുന്ന എവിടാന്നറിയാം. वो कहाँ भीख मांगते हो, കാരണം അവന് പ്ലാറ്റ്ഫോം നല്ല പരിചയമാണ്. क्योंकि वो जगह उनको बहुत अच्छा से जानते हैं. നമുക്കറിയാം രണ്ട് കണ്ണുള്ള നമുക്ക് हमें जानते दो ഈ आंखों में अपने ബോംബെ लिए. പട്ടണത്തിൽ കൂടെ ഒന്നും 10 പേരെ ഇടിക്കാതെ പോകാൻ പറ്റത്തില്ല. 10 जनों को हालेलुया टकरा के हम आगे जाएंगे. എന്നാൽ നമ്മളെക്കാൾ എത്ര എക്സ്പേർട്ട് ആണ് ഈ രണ്ട് കണ്ണുമില്ലാത്ത കുരുടന്മാർ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്നത്. लेकिन हमसे कितना अच्छा रीति में दोनों आंखों नहीं है वैसे अंधों प्लेटफॉर्म से, കാരണം അവർക്ക് ആ പ്ലാറ്റ്ഫോം പരിചയമാണ്. क्योंकि उनको वो प्लेटफॉर्म अच्छे रीति से जानते हैं. പ്രൈസ് ദി ലോർഡ്. Amen. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. आज इसमें एक बात आपको याद दिलाना വിശ്വാസ चाहता हूं. ജീവിതം പഠിക്കുന്നത്, विश्वास जीवन जब आप सीखेंगे, ദൈവം ആരാണെന്ന് പഠിക്കുന്നത്, परमेश्वर कौन है सीखेगा, ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്, परमेश्वर सामर्थ्य क्या है सीखेगा, ദൈവസ്നേഹത്തിന്റെ തലങ്ങൾ മനസ്സിലാക്കുന്നത് परमेश्वर का प्यार का अलग अलग പരിചിതമായ വഴിയിലല്ല, जब हम जानते उस रास्ता में, അപരിചിതമായ വഴിയിലാ. बिल्कुल जानता नहीं है वैसे रास्ता നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവം ആരാണെന്നും अपना बाप दादों ദൈവത്തിന്റെ ശക്തി എന്താണെന്നും उसका सामर्थ्य क्या है ദൈവത്തിന്റെ जाना, സഹിത്വം എന്താണെന്നും उसका दोस्ती क्या है जाना, തിരിച്ചറിഞ്ഞത് പരിചിതമായ സ്ഥലത്തല്ല, അപരിചിതമായ സ്ഥലത്താണ്. कैसे वो लोग पहचान लिया, परिचित जगह में नहीं अपरिचित जगह में. അതുപോലുള്ള വഴിയിൽ കൊണ്ടുപോയവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ऐसे रास्ताओं में प्रभु लेके गया लोगों के लिए मैं प्रभु को धन्यवाद देता हूं. അതുപോലെയുള്ള വഴിയിൽ കൂടെ കടന്നു പോകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. रास्ताओं में चला लोगों के लिए धन्यवाद दे रहा हूं. ഈ വഴിയിൽ മാത്രമേ സർവശക്തന്റെ മഹത്വം, അവന്റെ കരത്തിന്റെ സാന്നിധ്യം യഥാർത്ഥമായി മനസ്സിലാക്കുവാനായിട്ട് उस കഴിയും. रास्ता में प्रभु का महिमा आप देखने वाला है. ഹല്ലേലൂയ. നമുക്കറിയാം പരിചിതമായ സ്ഥലത്ത് ആരെ ആവശ്യമില്ല. हम जानते हैं जो परिचित है, सब लोग जानते हैं उस रास्ता में किसी की वഴി मदद അറിയാവുന്നവർക്ക് का जरूरत नहीं है. വഴി അറിയാവുന്നിടത്ത് വേറെ ആരെ ആവശ്യമില്ല. जैसे रास्ता जानते हैं उस जगह में किसी का जरूरत नहीं है. പ്രൈസ് ഗോഡ്. എന്നാൽ വഴി അറിയാൻ മേലാത്തടത്ത ഒരാളെ നമുക്ക് ആവശ്യം. लेकिन वैसे रास्ता में जहां हमें रास्ता जानना नहीं है, उधर അപരിചിതമായ किसी का जरूरत സ്ഥലത്താണ് നമുക്ക് വഴികാട്ടികളെ ആവശ്യം. अनजान जगह में किसी का अगुवाई हमें चाहिए. എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള സാഹചര്യത്തിൽ കൂടെ പോയപ്പോഴാണ് ദാവീദ് പാടിയത്, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. शायद ऐसे कोई परिस्थिति से गुजर रहा था, तभी दाऊद ने शायद गाया होगा, मैंने एकदम गहराई से तुझे पुकारा. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ.
हमेशा हम प्रार्थना करने वाला है, ഹല്ലേലൂയ. എന്നാൽ ആഴമേറിയ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള വഴികളിലാണ്. लेकिन बहुत गहरे का प्रार्थना ऐसे समस्याओं के बीच में उठ के आती ഈ है. കുരുടനെ സംബന്ധിച്ച് ബെത്സയിദ പട്ടണം നല്ല പരിചയമാണ്. इस अंधे के लिए बेथसेदा बहुत എന്നാൽ पहचान ബെത്സയിദ वाला പട്ടണത്തിന്റെ വെളി അവൻ അപരിചിതമാണ്. लेकिन बेथसेदा शहर का बाहर का जगह उनके लिए जानते नहीं वैसे जगह है. ഹല്ലേലൂയ. എന്നാൽ അവനൊരു ഉറപ്പുണ്ട്, लेकिन एक बात उनको पक्का है, അവനൊരു പ്രത്യാശയുണ്ട്. उनको एक उम्मीद है, പ്രൈസ് ദി ലോർഡ്. എന്റെ കൈക്ക് ഒരുത്തൻ പിടിച്ചിട്ടുണ്ട്. मेरा हाथ कोई पकड़ा है. ഹല്ലേലൂയ. आमीन. ബെത്സയിദ പട്ടണത്തിനകത്ത് എന്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ല. बेथसेदा शहर के अंदर मेरा हाथ थामने के लिए कोई नहीं है. കാരണം എനിക്ക് അവിടെ കണ്ണ് കാണത്തില്ലെങ്കിലും പരിചിതമല്ല. मुझे उधर आंखों नहीं देख सकते, എന്നാൽ ഇതിന്റെ വെളി जगह എനിക്ക് मुझे जानते, പരിചിതമല്ല. लेकिन इस शहर का बाहर का बात मुझे എവിടെയൊക്കെ जानता नहीं. കുഴിയുണ്ടെന്ന് അറിയത്തില്ല, मुझे जानता नहीं है कहाँ कहाँ खड्डा है, എവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടെന്ന് അറിയത്തില്ല, कहाँ विपत्ति है मुझे जानता नहीं है, എവിടെയൊക്കെ പ്രതിസന്ധികൾ വെല്ലുവിളികൾ പതിയിരിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. कहाँ रुकावट समस्या है मुझे जानता नहीं है. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നാൽ കുരുടൻ ഒരു കാര്യം അറിയാം. लेकिन हम देखो एक बात जानते हैं, ആരുടെ അടുത്താണോ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്, किसके पास उन्होंने प्रार्थना करने के लिए आया, ആരിൽ കൂടിയാണോ സൗഖ്യം വ്യാപരിക്കുന്നത്, किसके जरिया चंगाई होने वाला है, അവനത് നന്നായിട്ട് അറിയാം. वो मुझे अच्छा से जानने वाला അവനെന്നെ है. കൈവിട്ടില്ലല്ലോ. वो उन्होंने मुझे छोड़ा नहीं. ബെത്സയിദ പട്ടണത്തോട് ഹാ കഷ്ടം പറഞ്ഞപ്പോ बेथसेदा शहर को हाय हाय कहा. തമ്പുരാന് മുഖസ്തുതി ഒന്നുമില്ല കേട്ടോ. प्रभु किसी का पक्ष में देख रहने वाला नहीं है. എത്ര ഉന്നതനാണേലും कितना भी बड़ा आदमी हो, മാനസാന്തരത്തൊക്കെ ഫലം കായ്ച്ചില്ലെങ്കിൽ अगर मन फिराव का फल नहीं लाया तो ഹാലലി നീ പേടിക്കണം, आपको डरना നീ पड़ेगा, ഭയപ്പെടണം. आपको डरना पड़ेगा. പ്രൈസ് ഗോഡ്. Hallelujah. അവനോട് ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. उसके ऊपर कोई तरस नहीं എന്നാൽ ഈ आया, കുരുടനോട് കരുണ കാണിച്ചു. लेकिन इस अंधे के ऊपर करुणा അവനെ दिखाई. കൈവിട്ടില്ല. उसको हाथ छोड़ा नहीं, ഹാലലി അവന്റെ കൈക്ക് പിടിച്ചു. उसका हाथ थाम कर. കുരുടന് പരിഭ്രാന്തിയില്ല, वो उसको कोई टेंशन नहीं, ആശങ്കയില്ല. कोई आशंका नहीं, കാരണം എന്റെ കൈക്ക് ഒരുത്തം പിടിച്ചിട്ടുണ്ട്. क्योंकि उनका हाथ कोई थाम लिया है. ഇന്നലകളിൽ പിടിച്ചവരല്ല, हो पिछले दिनों में जो पकड़ा കഴിഞ്ഞ वो कोई കാലങ്ങളിൽ नहीं. പിടിച്ചുകൊണ്ട് നടന്നവരല്ല. पिछले दिनों में लेके चला कोई नहीं. അതൊക്കെ എനിക്ക് ആപത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, वो सब लोग आपत्ति में लेके जाए, എനിക്ക് ദോഷം വരുത്തിയിട്ടുണ്ട്. मेरे ऊपर दोष किया. എന്നാൽ ഇന്ന് എന്റെ കൈക്ക് പിടിച്ചവൻ लेकिन आज मेरा हाथ पकड़ा, എന്നെ നന്നായി നടത്തുന്നവനാ. मुझे अच्छा से जानने वाला. യഹോവ എന്റെ ഇടയനാണ്, यहोवा मेरा चरवाहा है, എനിക്കൊന്നിനും मेरे മുട്ടുണ്ടാകില്ല. लिए कोई घड़ी नहीं होने वाला. പച്ചയായ പുൽപ്പുറങ്ങളിൽ ओ हरी भरी चराइयों में, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ. हालेलुया, सुखदाई जल के पास. ഹല്ലേലൂയ. हालेलुया. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും और ഭയപ്പെടുകയില്ല. अंधेरे कतराई से चलूंगा तो भी मैं कोई हानि को ना डरने वाला है. ആടിനൊന്നും അറിയത്തില്ല, बेट को कुछ जानता नहीं, നമുക്കൊന്നും അറിയത്തില്ല. हमें ദൈവമൈതലേ, कुछ जानता नहीं है परमेश्वर അടുത്ത बच्चा. സ്റ്റെപ്പ് വെക്കുമ്പോൾ അവിടെ എന്താ പതിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. अगले कदम रखेगा वहां क्या चुप के बैठा है हमें എന്നാൽ जानता അവന്റെ नहीं, കരം നിന്റെ മേലുണ്ടെങ്കിൽ, लेकिन उसका हाथ आपके ऊपर है तो, അവന്റെ കരം നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, अगर आपका हाथ को उन्होंने थाम लिया तो, ഒരു നല്ല ഡ്രൈവർ एक अच्छा ड्राइवर വാഹനം ഓടിച്ച് कभी गाड़ी चलाए എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് പോലെ कैसे वो सही നിന്നെ लक्ष्य നിന്റെ में पहुंच കുടുംബത്തെ जाते हैं. തലമുറകളെയും എത്തിക്കാൻ മതിയായവനാ. आपको आपका परिवार को पीढ़ियों को सही लक्ष्य में ഇന്ന് പകൽ पहुंचाने നമ്മളെ के लिए നടത്തുന്നവനാ. यीशु पर्याप्त है. നമ്മളെ നടത്തുന്നവനാരാണ്? हमें चलाने वाला, നമ്മളെ നടത്തിപ്പുകാരൻ ആരാണ്? अपना अगुवाई, നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നവൻ ആരാണ്? कौन अपना हाथ पकड़ा है. ഇന്ന് ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവേ എന്റെ കാര്യത്തിന് നീ പിടിക്കണം, आज सुबह कहो प्रभु मेरा हाथ को थाम എന്നെ लीजिए, നന്നായി നടത്തണം, मुझे अच्छा से चलाइए, എന്നെ ഒരു അനുഗ്രഹമാക്കണം. मुझे एक आशीष बनाइए. ദൈവത്തിന്റെ അത്ഭുതം കാണണമെങ്കിൽ प्रभु का चमत्कार अगर आप देखना चाहते ഇന്ന് तो നമ്മൾ ഒരു അത്ഭുതം കേട്ടു. आज सुबह हम चमत्कार പ്രൈസ് ദി ലോർഡ്. സഭ सुना. അത്ഭുതം കൊണ്ട് നിറയട്ടെ, हो कलीसिया के अंदर चिन्ह और चमत्कार भरने ദൈവപ്രവൃത്തി കൊണ്ട് दीजिए, നിറയട്ടെ. परमेश्वर का महिमा से भरने दीजिए. നമുക്കറിയാം ഇന്നത്തെ സമൂഹം തന്നെ പറഞ്ഞു ഒരു തലവേദന പോലും മാറുന്നില്ലെന്നാ പറയുന്നത്. ये आज का जमाना में समाज क्या कहते हैं मालूम है, एक सिर दर्द भी ठीक नहीं हो അതിന്റെ रहा. കാരണം ബെത്സേദയ്ക്ക് തുല്യമാ. इसका कारण बेतसेबा का യേശു ഇല്ല. यीशु नहीं है. പ്രൈസ് ഗോഡ്. Praise God. ഇതൊന്നും കാണിച്ച് യേശുവിനെ സ്വാധീനിക്കാനായിട്ട് കഴിയത്തില്ല. ये सब कुछ दिखा के यीशु को आप യഥാസ്ഥാനപ്പെടാൻ തയ്യാറാണെങ്കിൽ, आप मन फुराने के മാനസാന്തരപ്പെടാൻ मन തയ്യാറാണെങ്കിൽ, फुराने के लिए तैयार है तो കേട്ട ദൈവശബ്ദങ്ങൾക്ക് ഒത്തവണ്ണം രൂപാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാൻ തയ്യാറായാൽ सुना वो परमेश्वर का वचन के अनुसार मन फुराने के लिए तैयार है तो ദൈവ അത്ഭുതം പ്രവർത്തിക്കും. प्रभु चमत्कार करेगा. ദൈവത്തിന്റെ അത്ഭുതം കാണണമെങ്കിൽ प्रभु का चमत्कार अगर देखना നിന്റെ चाहिए, പരിചിതമായ വഴി നീ വിടണം. आप जो
जो जानते हैं पहचानते उस रास्ता को आप छोड़ना ഒരിക്കൽ पड़ेगा। അബ്രഹാമിനോട് പറഞ്ഞു, एक बार अब्राहम से നീ നിന്റെ ചാർച്ചക്കാരെയും आपने आपका നിന്റെ रिश्तेदार പിതൃഭവനത്തെയും आपका पितृ എല്ലാം വിട്ട് सब कुछ छोड़ के കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോണം. मैं तुझे दिखाने वाला देश की ओर बढ़ो। ഇന്നലകളിൽ പരിചിതമായ മേഖലകളായിരുന്നു അബ്രഹാമിന്. कल तक आपने जो जानते उस रास्ता से चल रहे थे, എന്നാൽ ദൈവശബ്ദം കേട്ട് കാലെടുത്തു വെച്ചു. लेकिन प्रभु का आवाज सुन के कदम रखा। ഹല്ലേലൂയ. ദൈവം അവനെ അത്ഭുതമാക്കി, അനുഗ്രഹമാക്കി. चमत्कार बनाया। ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, एक बात मैं याद दिलाना चाहता हूं, അനുസരണത്തിൽ കൂടെ അല്ലാതെ आज्ञाकारी बन के ही ദൈവകൃപ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. परमेश्वर का अनुग्रह पा सकते, ദൈവിക വിടുതലുകൾ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. परमेश्वर का छुटकारा पा सकते। ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ प्रभु का चमत्कार अगर देखना चाहिए, സുപരിചിതമായ വഴി വിടണം. जो जानते उस रास्ता से नहीं। ഹല്ലേലൂയ. हालेलुया। ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അപരിചിതമായ വഴികളിൽ കൂടെ കർത്താവ് ഞങ്ങളെ നടത്തി. पिछले दिनों में बहुत अपरिचित रास्ता से प्रभु ആ വഴിയിൽ ആ ദൈവമക്കളെ നല്ല സാക്ഷി നമുക്ക് പറയാൻ उस പറ്റുന്നത്. रास्ता से हमें बहुत गवाही बोली। ആ വഴിയിലാണ് നല്ലൊരു മെസ്സേജ് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയുന്നത്. उस रास्ता में हमें समाज को देने के लिए ദൈവം संदेश मिलेगा। വലിയവനാണെന്ന് ഉറച്ചു പറയാൻ കഴിയുന്നത് അങ്ങനെയുള്ള വഴികളിലാണ്. परमेश्वर हाल बड़ा है करके एकदम हियाव के साथ में बोलने കഴിഞ്ഞ के लिए കാലങ്ങളിൽ प्रभु मदद ദൈവം അനുവദിച്ച എല്ലാ അപരിചിതമായ വഴികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. करेगा। पिछले दिनों में परमेश्वर हमें चलाया वैसे अनजान रास्ताओं के लिए हम प्रभु को धन्यवाद कहेगा। ഹല്ലേലൂയ. आमीन। രണ്ടാമത്തെ കാര്യം, दूसरा बात, ദൈവത്തിന്റെ അത്ഭുതം കാണണമെങ്കിൽ परमेश्वर का चमत्कार देखना चाहिए तो ശാപകരമായ മേഖല വിടാൻ തയ്യാറാകണം. आप श्रापित जगह को छोड़ना पड़ेगा। Praise the Lord. Praise the Lord। യേശു ശപിച്ച സ്ഥലത്ത് യേശു ഇല്ല. यीशु ने जिस जगह को श्रापित किया उस जगह യേശു में यीशु കഷ്ടം नहीं। പറഞ്ഞിടത്ത് യേശു ഇല്ല. यीशु ने हाय बोले जगह में यीशु नहीं। ബെത്സയിദയിൽ ഇപ്പോൾ യേശു ഇല്ലെന്നേ. बेथसाइदा में अभी यीशु नहीं। ഹല്ലേലൂയ. പലയിടത്തും യേശു ഇല്ല. काफी जगहों में यीशु नहीं। Praise the Lord. Praise the Lord। ഇന്ന് പകൽക്കാലം ഇവിടെ യേശു ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന്റെ മഹത്വം കരേറ്റിയാട്ടെ. आज सुबह इधर यीशु है करके पक्का है वैसे लोग प्रभु को धन्यवाद दे दीजिए। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു ഇല്ലാത്തടത്ത് നാം നിൽക്കരുത്. आज समझ लीजिए जहां यीशु नहीं है वहां तुझे യേശുവിന്റെ खड़ा होना नहीं സാന്നിധ്യം है। ഇല്ലാത്തടത്ത് നാം പോകരുത്. यीशु को उपस्थिति नहीं है वहां तुझे जाना नहीं। ഹല്ലേലൂയ. हाँ, ഇവിടെ ഈ ബെത്സയിദയ്ക്ക് വെളിയിൽ എന്ന് പറയുമ്പോൾ ശാപകരമായ മേഖല വിടണം. बेथसाइदा से बाहर आना इसका मतलब श्रापित जगह को छोड़ के तुझे बाहर ഞാൻ आना। ചുരുക്കത്തിൽ പറയട്ടെ, मैं एक छोटा करके कहा, നിങ്ങൾ ഈ പ്രമാണത്തിന് ഉള്ളിൽ ജീവിക്കുന്നവരുണ്ട്. कुछ लोग होते हैं इस जो वजन का व्यवस्था का अंदर जीने वाला ഈ लोग। വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഇതിന്റെ വെളിയിൽ ജീവിക്കുന്നവരുണ്ട്. और इस बाइबल हाथ में रखे वजन का प्रमाण का बाहर जीने वाला लोग भी है। ഹല്ലേലൂയ. हालेलुया। അത് ശാപമാണെന്ന് ഓർത്തോണം. वो श्राप का अवस्था है, എന്നാൽ ഇത് ഉള്ളിൽ ജീവിച്ചാൽ लेकिन इसका अंदर जिएगा तो ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാണ്. ये अनुभव सब कुछ अपना ഇതെല്ലാം നമ്മുടെ बनने वाला പുറകെ വരും. है। ये सब कुछ अपना पीछे आने वाला है। നാം ഒരു അനുഗ്രഹമായി हम മാറും. एक आशीष बनने वाला है। അരുണോദയം പോലെ ശോഭ, हम जैसे सूरज उठते वैसे ചന്ദ്രനെ പോലെ സൗന്ദര്യം, चांदिमा का जैसे അനേക खूबसूरत। കൊടികളോടുകൂടെ കയറി വരുന്നോളിവളോ. काफी झंडों के साथ में आ रहे ये कौन है? ദൈവസഭയെ നമ്മെ അങ്ങനെയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. परमेश्वर कलीसिया हमें ऐसे बनाने का पद्धति प्रभु ने നമ്മുടെ रखा ശോഭ है। വർദ്ധിക്കട്ടെ, अपना चमक बटने दीजिए, ദൈവകൃപ വർദ്ധിക്കട്ടെ. अपना अनुग्रह बटने दीजिए। ഒരു അട്രാക്റ്റീവായ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. एकदम आकर्षित एक जिंदगी बिताने के लिए प्रभु में अनुग्रह करेगा। ശാപകരമായ മേഖല വിടണം. श्रापित എന്താ मंडलियों को ശാപകരമായ മേഖല? क्या है श्रापित ദൈവം मंडलियों? വെറുക്കുന്നതെല്ലാം ശാപകരമായ മേഖലയാണ്. परमेश्वर नफरत करने वाला सब कुछ श्रापित है। ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ, परमेश्वर जिस चीज को ദൈവം नफरत करता है, സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാൻ परमेश्वर जिसको प्रेम करते हैं, उसको प्रेम करने നാം के लिए തയ്യാറാകണം. हम तैयार होना है। ഓബേദെദോമിനെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ओबेदेदोम और परिवार के बारे में हम कह सकते हैं। നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. हम एक बात അവനെയും അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. उनका परिवार को प्रभु ने आशीषित किया। നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, പെട്ടകം വീട്ടിൽ വന്നത് കൊണ്ടാണെന്നാ പറയുന്നത്. हम कहते संदूक उनका घर में आए इस कारण। ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ വീടുകളിലെല്ലാം ഈ പെട്ടകം ഉണ്ട്? मैं पूछना चाहता आज का सभी परमेश्वर का पेंतकोस्त वाले का घर में तो ये संदूक है। നമ്മുടെ എല്ലാ വീടുകളിൽ പെട്ടകമുണ്ട്. हम सबके घर में ये ഞാൻ संदूक है। രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ ഈ പെട്ടകം मैं ഉണ്ടായിരുന്നു. उद्धार पाने से पहले ये संदूक मेरे घर में था। ഓബേദെദും കുടുംബവും അവനുള്ള സകലത്തെയും അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം ओबेदेदोम और उसका परिवार आशीषित पाए इसका कारण പെട്ടകം വീട്ടിൽ വന്നപ്പോൾ जैसे संदूक घर में आया, തന്റെ ജീവിതത്തിനൊത്ത് പെട്ടകത്തെ നിയന്ത്രിക്കുകയല്ലായിരുന്നു, अपना जिंदगी का हिसाब से उन्होंने संदूक को नियंत्रण किया नहीं,
പെട്ടകം വീട്ടിൽ വന്ന പെട്ടകത്തിനൊത്ത് തന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ താൻ जैसे തയ്യാറായി. संदूक घर में आया, संदूक का हिसाब से उसका जीवन को उन्होंने बदल दिया. ഹല്ലേലൂയ. ഇതിനെ നാം നിയന്ത്രിക്കാൻ പോകരുത്. इसको आप नियंत्रण करने के लिए मत जाओ. അത് നമുക്ക് ദോഷമായി वो തീരും. अपने लिए बहुत बड़ा हानि है, നമുക്കത് ശാപമായി वो തീരും. अपने लिए श्राप है. എന്നാൽ ഇതിനൊത്ത് लेकिन इसका अनुसार നമ്മുടെ ജീവിതത്തെ പണിയാൻ തയ്യാറായ, अपना जीवन को बनाने के लिए तैयार है, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നാം തയ്യാറായാൽ अपना जीवन को नियंत्रण करने के लिए तैयार है तो നാം അനുഗ്രഹിക്കപ്പെടും. हम आशीषित होने वाले हैं. കയ്യിലിരിക്കുന്നോണ്ട് കാര്യമില്ല, ये हाथ में रखे कोई मतलब വീട്ടിൽ नहीं, സെൽഫി ഇരിക്കുന്നോണ്ട് കാര്യമില്ല, ये घर में शेल्फ में रखे कोई मतलब ഇത് नहीं, വെച്ചിട്ട് 4 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് കാര്യമില്ല. ये रखे 4 मोमबत्ती जलाएगा तो कोई मतलब नहीं. Praise God. Praise God. ഈ പ്രമാണത്തിനൊത്ത് इस जो व्यवस्था का നമ്മുടെ अनुसार ജീവിതത്തെ നിയന്ത്രിക്കണം. अपना जीवन को हमें संभालना है. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ऐसे लोग आशीषित पाने മക്കളെ, वाला है. ഇതിന് പ്രാധാന്യം കൊടു. इसके लिए एक बहुत बड़ा യേശുവിന് जगह दे പ്രാധാന്യം കൊടു. दीजिए. यीशु को प्रथम स्थान दे കർത്താവിന് दीजिए. മഹത്വം കൊടു. यीशु को महिमा दे दीजिए. വെയിൽസിൽ ഒരു സഹോദരിയുണ്ട്, ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സഹോദരി. इतिहास में एक वनिता का वारा में लिखा है, പുള്ളിക്കാരി ആർത്രൈറ്റിസ് രോഗമുള്ള ഒരു സഹോദരിയായിരുന്നു. उनको ആർത്രൈറ്റിസ്. आर्थराइटिस का बीमारी था, നേരെ നിൽക്കാനായിട്ട് ഹെൽപ്പില്ല. सीधा खड़ा हो नहीं पाएगा. ഈ കൈകാലുകൾ വിരലുകളെല്ലാം ഒന്നോടൊന്ന് ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു इस സഹോദരി. हाथ पूरा एकदम उंगलियों सब एकदम झुक गया वैसे अवस्था में, എന്നാലും ആരാധനകളൊന്നും മുടക്കത്തില്ല. लेकिन कोई भी एक आराधना भी वो छोड़ेगा नहीं. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന ഒരു സഹോദരി. हालेलुया. प्रभु को बहुत प्यार करने वाले एक बहन. ഹല്ലേലൂയ. ഒരു സൺഡേ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തപ്പോൾ एक संडे प्रार्थना करने के लिए ആ मौका സഹോദരി दिया. ഇങ്ങനെ പ്രാർത്ഥിച്ചു, उस बहन ने ऐसे प्रार्थना, കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണം. अपने कलीसिया के अंदर प्रभु आपका महिमा उतराने दीजिए. നമ്മളാണ് പ്രാർത്ഥിക്കുന്ന ആർത്രൈറ്റിസ് മാറണമെന്നാ, हम क्या प्रार्थना करेगा? प्रभु मेरा തലവേദന മാറണമെന്നാ. सिर दर्द जाने दीजिए. പ്രൈസ് ദി ലോർഡ്. മഹത്വമില്ലാതെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാതെ ഇതൊന്നും മാറത്തില്ല. कलीसिया के अंदर प्रभु का महिमा ना उतराएगा तो ये कुछ होने वाला नहीं है. നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർക്ക് അറിയായിരുന്നു. हमें जानता नहीं है, वैसे काफी बातों हम अपना पिता लोग जानते हैं. തമ്പുരാനുമായുള്ള ബന്ധത്തിൽ മാത്രമേ ഈ ആത്മാവ് ചലിക്കുകയുള്ളൂ. प्रभु के साथ में जो रिश्ता है वही रिश्ता में प्रभु काम करने ആ वाला है. സഹോദരിക്കറിയാം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ എന്റെ ആർത്രൈറ്റിസ് മാറും. उस बहन को जानते अगर कलीसिया में प्रभु का महिमा उतराएगा ഞാൻ तो വാക്യം- मेरा आर्थराइटिस निकल ഞാൻ जाएगा. വാക്ക് ഇവിടെ നിർത്തുവാൻ मेरे ആഗ്രഹിക്കുന്നു. बातों को मैं बंद करना चाहता हूं. ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങട്ടെ. प्रभु का महिमा इधर उतराने ദൈവത്തിന്റെ दीजिए. തേജസ് ഇവിടെ ഇറങ്ങട്ടെ. प्रभु का फेस इधर ഇന്ന് उतराने പകൽ दीजिए. ശുശ്രൂഷിക്കുന്ന എനിക്കും आज सुबह सेवा करने वाला मुझको, ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങൾക്കും हो शुश्रूषा अनुभव करने वाला ഇന്ന് പകൽ ഒരു आपको വിടുതലായി बहुत മാറട്ടെ. बड़ा छुटकारा होने दीजिए. ദൈവശക്തിയായി മാറട്ടെ. प्रभु का समर्पण दीजिए. സൗഖ്യമായി മാറട്ടെ. चंगाई होने दीजिए. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ प्रभु का चमत्कार अगर आप देखना ഒന്ന് चाहते സുപരിചിതമായ മേഖല നീ വിടണം. जो आपको परिचित उस मंडलियों को आपको छोड़ना है. രണ്ട് ശാപകരമായ മേഖല നീ വിടുവാൻ श्रापित തയ്യാറാകണം. मंडलियों को आपको छोड़ना है. ഞാനൊരു വാക്ക് നിർത്തട്ടെ. मेरे बातों को मैं बंद करना चाहता അങ്ങനെ അനുസരിച്ച് കാലെടുത്ത് വെച്ച ഐസ്. കുരുടനെ हूं. ऐसे विश्वास के साथ में पैरों में आगे रखा കർത്താവ് आगे को സൗഖ്യമാക്കി. यीशु ने चंगाई दिया. പ്രൈസ് ഗോഡ്. Praise God. അനുസരിച്ചാൽ സൗഖ്യമുണ്ട്. आज्ञाकारी बनेगा तो आपको भी അനുസരിച്ചാൽ चंगाई വിടുതലുണ്ട്. मिलेगा. आज्ञाकारी बनेगा तो आपको അനുസരിച്ചാൽ छुटकारा വഴികൾ मिलेगा. തുറക്കും. आज्ञाकारी बनेगा तो रास्ता वो खोलेगा. അനുസരിക്കുന്നതാണ് യാഗം. आज्ञाकारी बनना बलि है. അവിടെയാ ദൈവകൃപ ചലിക്കുന്നത്. उधर ही परमेश्वर का अनुग्रह काम करेगा. ഒടുക്കം ഈ കുരുടനോട് യേശു ഒരു താക്കീതൂടെ കൊടുത്തു. इस अंधे को यीशु ने एक चेतावनी भी दिया. മേലാൽ നീ ഊരിൽ കടക്കരുത്. तू वापस बेथसेदा में जाना नहीं. പ്രൈസ് ഗോഡ്. Praise God. ഞാൻ പൾസിച്ച मैंने डांटा, ഞാൻ ശപിച്ച मैंने श्राप दिया. ഞാനില്ലാത്ത സ്ഥലത്ത് मैं जहां नहीं നീ है കാണാൻ പാടില്ല. तुम जाना नहीं. ഇന്ന് പകൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ आज सुबह परमेश्वर का वचन ദൈവത്തിന്റെ को मैं कहना चाहता കർക്കശമായ ഒരു ഉപദേശം ഇന്ന് പകൽക്കാലം പറയാനുണ്ട്. हूं. मैं बहुत स्ट्रिक्टली कहना चाहता ഞാനില്ലാത്ത തന്റെ കുഞ്ഞുങ്ങൾ വേണ്ട. हूं. मैं जहां नहीं है वहां मेरा बच्चा ഞാൻ जाना ഉള്ളിടത്ത് മതി. नहीं. जहां मैं हूं वहां तुम जाना രണ്ടോ है. മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ 2 या 3 व्यक्ति मेरा नाम में जहां भी അവരുടെ इकट्ठा होते നടുവിൽ हैं, ഞാനുണ്ട്. उनका बीच में मैं उपस्थित യേശു हूं. ഇവിടെ ഉണ്ട്. यीशु इधर അവന്റെ हाजिर है. സ്പർശനം അനുഭവിക്കുന്നവർക്കായി उसका സ്തോത്രം. स्पर्शन अनुभव करने वाले അവന്റെ ശക്തി അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. उनका शक्ति अनुभव करने वाले लोग കുരുടന്റെ കൈക്ക് പിടിച്ചതുപോലെ ओ अंधे का हाथ को थाम लिया നമ്മുടെ वैसे ജീവിതത്തിന്റെ നിയന്ത്രണം അവന്റെ കാര്യങ്ങളിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി സ്തോത്രം. आपका जीवन का
संपूर्ण नियंत्रण उनका हाथ में दे दीजिए। ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. मेरे बातों को मैं कम करना चाहता हूं। ഒത്തിരി സന്തോഷമുണ്ട്. बहुत खुश है, സഭ എത്രത്തോളം വർദ്ധിപ്പിച്ചല്ലോ. कलीसिया को प्रभु ने इतना बढ़ाया। ഹല്ലേലൂയ. हालेलुया। ആരംഭം വളരെ ചെറുതായിരുന്നു, शुरुआत बहुत छोटा था, എന്നാൽ ഇത്രത്തോളം കർത്താവ് ഇതിനെ മഹത്വകരമാക്കി അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം जितना ചെയ്യുന്നു. तक प्रभु ने कलीसिया को बढ़ाया, इसके लिए मैं प्रभु को धन्यवाद देना चाहता हूं। ഹല്ലേലൂയ. हालेलुया। ദേശത്തെ വിടുവിക്കുവാൻ, ദേശം ഒരു വലിയ റിവൈവലിനായി സഹോദരങ്ങളെ സഭയെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്ക് നിർത്തുന്നു. എനിക്ക് അവസരം തന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനോടും ദൈവസഭയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് ഇതിന്റെ വാക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കുമാറാകട്ടെ. देश को प्रभु आशीषित करने दीजिए, बहुत बड़ा जागृति के लिए परमेश्वर का कलीसिया को प्रभु उपयोग करने दीजिए। ये बोल के मैं बंद करना चाहता, आप सबको प्रभु आशीषित करेगा। प्रेज द लॉर्ड, प्रेज द लॉर्ड, प्रेज द लॉर्ड। तालियां बजाकर धन्यवाद दे दीजिए। अच्छा, खूबसूरत वचन हम सुना, प्रभु का आत्मा स्पष्ट रूप में हमसे बात किया। क्या कहा प्रभु का आत्मा? जिस बेथसैदा में यीशु श्राप दिया, मन फुराव नहीं है, उधर से हमें क्या करना पड़ेगा? बाहर आना पड़ेगा। उन लोगों का बीच में रहेगा तो हमें चंगाई मिलने वाला नहीं, छुटकारा मिलने वाला नहीं, और वापस उधर जाना भी नहीं। जिस जगह में प्रभु नहीं है वहां आपको समझ में आए ना, आपका चाल चलान को आपको पवित्र बनाना है।